പാലാരൂപതയുടെ ആദരണീയനായ ഡോക്ടർ സെഞ്ചല്ലൂസ് മോൺസിഞ്ഞോർ തടത്തിൽ, ബഹുമാനപ്പെട്ട വികാരി ബർഗ്മാൻസിച്ച, ഇന്ന് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ആദരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുനമാക്കൽ തോമ കത്തനാര്, പ്രിയപ്പെട്ട ഞാറക്കുന്നലിച്ച, മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, പുനമാക്കൽ കുടുംബാംഗങ്ങളെ, വലിയൊരു സമ്മേളനമാണിത്. വീട്ടുകാർ മാത്രമുള്ള ഒരു വർത്തമാനം പറച്ചിൽ മീറ്റിംഗ് ആയിരിക്കുമെന്ന് ബർഗ്മാൻസിച്ചൻ പറഞ്ഞെങ്കിലും പ്രൗഢഗംഭീരമായ ഒരു സദസ്സും പുനമാക്കൽ കത്തനാരോട് ആഴമായ രീതിയിൽ ബന്ധപ്പെട്ട സഹപാഠികളായ വൈദികരും സുഹൃത്തുക്കളും എല്ലാം ഇതിലുണ്ട്. അച്ഛന്മാര് വാച്ചുകാരായിട്ടുള്ള പലരും കൂടെയുണ്ട്. ആരമ്പുളിക്കലച്ഛൻ, ദേവസ്യാച്ചൻ, പുത്തൂരച്ഛന്, വെട്ടുകല്ലച്ഛന്, മത്തച്ഛന്, ഞങ്ങൾ എല്ലാവരും ഒറ്റ ബാച്ചുകാരാണ്. ഞങ്ങൾക്കും 70 ആയിക്കൊണ്ടിരിക്കുകയാണ്. പുനമാക്കലച്ഛന് മാത്രമല്ല, അപ്പോൾ അതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അവരെല്ലാം ഈ സന്ധിയിലൂടെ എത്തിയത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാൻ അധിക സമയം എടുക്കുന്നില്ല. അച്ഛന് ദീർഘനേരം ഇരിക്കാൻ ബുദ്ധിമുട്ടും കാണും. എങ്കിലും നമ്മൾ അച്ഛനെ ഇന്ന് അച്ഛൻ്റെ സ്വന്തം ഭവനത്തിൽ ആദരിക്കുമ്പോൾ അതിനൊരു തനിമയുണ്ട്. ആ പ്രത്യേകത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. രാമപുരം മഹാരഥന്മാർക്ക് ജന്മം നൽകിയ ദേശമാണ്. ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുപോലെ സ്ഥാനം പിടിച്ച ദേശങ്ങൾ വളരെ അപൂർവമായിരിക്കാം. സഭാപിതാവായ മാർ അഗസ്തീനോസിൻ്റെ നാമത്തിലുള്ള ഈ പള്ളി പാലാരൂപതയിലെ തലയെടുപ്പുള്ള ഇടവകയാണ്. പ്രത്യേകിച്ച് ബഹുമാന്യനായ ഞാറക്കുന്നലിച്ചൻ പണികഴിപ്പിച്ച വലിയ ദേവാലയം കൂടെ വന്നപ്പോൾ പ്രൗഢഗംഭീരമായ ഒരു ദേവാലയവും മറ്റ് എല്ലാത്തിനെയും സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ശില്പകലയുടെ ഒരു വരവും കൂടിയുള്ള പള്ളിയാണ്. അതുപോലെ വാഴ്ത്തപ്പെട്ട ചവറോറമ്പിൽ കുഞ്ഞച്ചൻ, രാമപുരത്ത് വാര്യര്, ലളിതാംബിക അന്തർജനം എല്ലാം ഈ നാടിൻ്റെ മക്കളാണ്. കടനാട് ഇടവക്കാരനാണെങ്കിലും രാമപുരം ഇടവക കേന്ദ്രമാക്കിയാണ് പറയമാക്കൽ തോമ കത്തനാര് നസ്രാണികളുടെ മുഴുവൻ ഗവർണർ ആയി ഭരണം നടത്തിയത്. നസ്രാണിത്വത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാണ് മീനച്ചിൽ താലൂക്കും അതിൽപ്പെടുന്ന ഈ രാമപുരവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടക്കാലത്ത് നസ്രാണിത്വം എന്ന് പറയുന്നത് കുറെയെല്ലാം നമുക്ക് കൈമോശം വന്ന് പോയെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ലഭിച്ചാൽ തീഷ്ണതയോടെ തീ പിടിക്കാൻ മാത്രം നസ്രാണിത്വം ശിരകളിൽ ഓടുന്നുണ്ട്. ഈ മണ്ണിലും ഈ മണ്ണിൻ്റെ മക്കളിലും നമ്മൾ അതിൽ പങ്ക് പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. പുനമാക്കൽ തോമ കത്തനാര് അത്തരമൊരു സ്പാർക്ക് ലഭിച്ച ആളാണ്. കുഞ്ഞുനാളിൽ പള്ളിയിൽ കേട്ട സുറിയാനി കുർബാനയാണ് അച്ഛനെ അതിൻ്റെ വേരുകൾ തേടി പോകാൻ പ്രേരിപ്പിച്ചതെന്ന് സെമിനാരിക്കാലത്ത് തന്നെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. അച്ഛൻ എന്നും ശ്രദ്ധിച്ചത് ഉറവിടങ്ങളാണ്. മറ്റു പലരും സെക്കൻഡറി സോഴ്സുകൾ നോക്കി പഠിക്കുകയും അല്ലെങ്കിൽ രചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പുനമാക്കൽ തോമ കത്തനാര് എപ്പോഴും അന്വേഷിച്ചത് ഉറവിടങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ ഭാഷാ മികവിലൂടെ നല്ലൊരു കൾച്ചർ ഈ സഭയ്ക്കും സമുദായത്തിനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ലിസൺ ടു ദ ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ എന്ന് അദ്ദേഹം വടവാതൂർ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പാരമ്പര്യത്തോടും ചരിത്രത്തോടും നമ്മുടെ ചെവികൾ തുറന്നു വയ്ക്കണം. അപ്പോഴാണ് ഈ ശ്ലൈഹിക സഭയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദേശത്ത് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് ജീവിച്ച് വളർന്ന പ്രമുഖരായ മറ്റനേകരുണ്ട്. എം ജേക്കബ് സാറ്, ജോൺ കെച്ചറമറ്റം സാറ് തുടങ്ങിയ ആളുകളൊക്കെ. അപ്പം അതെല്ലാം ഈ പ്രത്യേകമായ രാമപുരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ കണക്കിലെടുത്തുകൊണ്ട് വളർന്നു വന്നവരുമാണ്. നമ്മുടെ കുർബാന സുറിയാനിയിൽ നിന്ന് പൂർണ്ണമായും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ശേഷം സുറിയാനി നമുക്ക് ഇനി ആവശ്യമില്ല എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയ കാലഘട്ടത്തിലാണ് കുന്നമാക്കൽ ചെമ്മാച്ചൻ സുറിയാനി പഠിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചത്. അദ്ദേഹം പഠിച്ച മംഗലപ്പുഴ സെമിനാരിയിൽ സുറിയാനി പഠിപ്പിക്കാൻ വളരെ ആഴത്തിൽ അറിയാവുന്ന അധ്യാപകർ അധികം ഇല്ലാതിരുന്ന കാലമായിരുന്നു. എങ്കിലും അവധിക്കാലങ്ങളിലെല്ലാം അദ്ദേഹം സുറിയാനി പണ്ഡിതരായ പ്ലാത്തോട്ടത്തിൽ ജോർജ് അച്ഛൻ്റെ അടുത്തും കുന്നപ്പള്ളി ജോണച്ചൻ്റെ അടുത്തും പുത്തമ്പര മൽപ്പാനച്ഛൻ്റെ അടുത്തും അഗീസ്മനാർഹനായ പ്ലാശ്ശേരി പുടിപാറ അച്ഛൻ്റെ അടുത്തുമെല്ലാം പോയി സുറിയാനിയുടെ പഠനം നടത്തിക്കൊണ്ടാണിരുന്നത്. സെമിനാരി കാലത്ത് ഉയർന്ന ബുദ്ധി വൈഭവം പ്രകടിപ്പിച്ച കുന്നമാക്കൽ ചെമ്മാച്ചൻ രാമപുരത്തിൻ്റെ മണ്ണിൽ കബറടങ്ങിയിരിക്കുന്ന പറയമാക്കൽ തോമാക്കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം വായിച്ച് മാതൃസഭയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച ഒരു വ്യക്തിയാണ്. അനാരോഗ്യം ഉള്ളപ്പോൾ പോലും വർത്തമാന പുസ്തകം എന്നോ പാറയമാക്കൽ തോമാക്കത്തനാർ എന്നോ കേട്ടാൽ കുന്നമാക്കൽ അച്ഛൻ്റെ ക്ഷീണമെല്ലാം മാറും. അത്രമാത്രം അച്ഛൻ്റെ ചിന്തകളിൽ, അച്ഛൻ്റെ ചിരകളിൽ ഓടുന്ന രക്തവും സമാനമായ കാര്യമാണ്. അച്ഛനൊരു ലിവിങ് സ്റ്റോണാണ്. ലാപ്പിഡോസ് വീവോസ്, നല്ല ജീവനുള്ള ശേഷിയുള്ള കല്ല് എന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിലും പാരമ്പര്യത്തിലും ഒക്കെ പറയാറുണ്ടല്ലോ. ഈ രാമപുരത്തിൻ്റെ വിശിഷ്ടമായ ആധ്യാത്മിക സാംസ്കാരിക പൈതൃകത്തോട് ചേർന്ന് നിന്ന് അച്ഛൻ വളർന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർവത്രിക സഭയ്ക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ അർത്ഥത്തിലും കുന്നമാക്കൽ കത്തനാര് നുഹ്റ ദു മലബാർ സഭയുടെ വെളിച്ചമാണ്. ആ നുഹ്റ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആഴമായ പഠനത്തിൽ ഈശോയും സഭയുമാണ് ആത്യന്തികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തില്ല. അദ്ദേഹം പഠിച്ച പെട്രോളജി സഭാപിതാക്കന്മാരുടെ രചനകൾ ശേഷിച്ച് പൗരസ്ത്യ സുറിയാനി സഭയുടെ ഏറ്റവും വലിയ ആചാരനായ അപ്രീമിൻ്റെ ഗ്രന്ഥങ്ങളോട് ചേർത്ത് വെച്ചാണ്. അച്ഛൻ വായിച്ചതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം ക്ലാസ്സുകളിലും അത് പറയുമായിരുന്നു. സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോകരുത്. മൂലഗ്രന്ഥങ്ങൾ വളരെ ക്ലേശകരമായ പുരാതന ഭാഷകളിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ ഒക്കെ മെനക്കെട്ടിരുന്ന് വായിച്ച് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം. UK ഓക്സ്ഫോർഡിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഞാനും അച്ഛനെ കാണാൻ വേണ്ടി അവിടെ പോവുകയും ബെനറ്റ് ഹാളിൽ അച്ഛൻ്റെ പാർപ്പിടമുണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്സ്ഫോർഡിൽ
ഇന്ത്യക്കാർ ചെന്ന് ഇത്ര ഔന്നത്യത്തിൽ കടന്നു പോരാൻ അത്ര എളുപ്പമല്ല. അവരെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗവേഷണം നടത്തിയതും പിന്നീട് തിരിച്ചു വന്ന് വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് അജപാലനപരമായ മേഖലകളിലേക്കും ഇറങ്ങിയത്. അച്ഛനൊരു അക്കാദമിക് തലത്തിൽ മാത്രം നിൽക്കുന്ന ആളല്ല. അച്ഛൻ ഇടവക അസിസ്റ്റന്റായിരുന്നു, ഇടവക വികാരിയായിരുന്നു 4-5 പള്ളികളിൽ. വടബാദൂരായിരുന്ന കാലത്ത് എല്ലാ വീക്കെൻഡിലും അച്ഛൻ പലായിലെ പള്ളികളിൽ വന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോരുമായിരുന്നു. ഞാനിത് പറഞ്ഞത് വളരെ താത്വിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, അച്ഛൻ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ സാധാരണക്കാരായ ആളുകളെ കാണാനും കേൾക്കാനും അവരിൽ നിന്ന് പഠിക്കാനും അവരിലാണ് ജീവിക്കുന്ന സഭ ഉള്ളതെന്ന് മനസ്സിലാക്കാനും ഒക്കെ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ബൗദ്ധികമായ മികവും അജപാലനപരമായ ആ കാഴ്ചപ്പാടുകളും ചേർത്ത് വെച്ചാണ് വടബാദൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിലും സെമിനാരിയിലും മറ്റ് സിറി പോലെയുള്ള വലിയ ഗവേഷണ കേന്ദ്രങ്ങളിലുമൊക്കെ അച്ഛൻ ജീവിച്ചത്. മാതൃസഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ അതികാർക്കശ്യം വെച്ച് പുലർത്തുന്ന തോമാച്ചൻ ഒരിക്കലും ആരുടെയും മേൽ തൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ മുതിർന്നിട്ടില്ല. പറയാനുള്ള കാര്യം വെട്ടിത്തുറന്ന് പറയും. അതിനെ എതിർക്കുന്നവരോട് അദ്ദേഹത്തിന് യാതൊരു വിരോധവുമില്ല. മാതൃസഭയ്ക്ക് ഏറ്റ മുറിവുകളെപ്പറ്റി അതിവൈകാരികമായി അച്ഛൻ പ്രതികരിക്കാറുണ്ട്. അച്ഛനെ അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാകും നസ്രാണി സംസ്കൃതിയോടുള്ള മുറിച്ചു കളയാനാവാത്ത അച്ഛൻ്റെ ആത്മബന്ധമാണ് അതിൻ്റെ കാരണം. നസ്രാണികൾ റോമൻ കത്തോലിക്കരല്ല എന്ന വിപ്ലവകരമായ ചിന്തയ്ക്ക് തിരികൊളുത്തിയതും അച്ഛനാണ്. നമ്മൾ സുറിയാനിക്കാരാണ്, നസ്രാണികളാണ്, നസ്രാണിത്വമാണ് നമ്മളുടെ അടിസ്ഥാനപരമായ ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്യുമെനിക്കൽ സമ്മേളനങ്ങളിലും സാധാരണക്കാരുടെ ഇടയിലും അച്ഛന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ പോലെയുള്ളവര് വാസ്തവത്തിൽ വളരെ ചുരുക്കമാണ്. ഞങ്ങൾ ബാച്ചുകാർ പലരും ഇവിടെ ഉണ്ട്. അന്നും മറ്റത്തിലച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുനമാക്കൻ വ്യത്യസ്തനായ ഒരാളാണ്. അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ബൗദ്ധികമായിട്ടുള്ള മികവ് ബഹുമാനപ്പെട്ട അച്ഛനെ മറ്റത്തിലച്ഛൻ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. സുറിയാനി സഭാപിതാവായ മറപ്രേമിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളിലെ മർഗാനീസാകള്, മുത്തുകള് എന്താണെന്ന് തിരിച്ചറിയാനും അതുവഴി ഈ വലിയ അപസ്തോലികമായ സഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 1999 മാർച്ചിലാണ് കപ്പന്തലയിൽ മാറപ്രയും ദേറ അച്ഛൻ സ്ഥാപിച്ചത്. സുറിയാനി പാരമ്പര്യത്തിൽ ആശ്രമങ്ങളെ വിളിക്കുന്ന പേരാണല്ലോ മോണസ്ട്രീസ് അല്ലെങ്കിൽ ദേറാകൾ. അങ്ങനെയുള്ള ആ വലിയ കാഴ്ചപ്പാട് ദേറ എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ഈ ശാല സമൂഹത്തെ പഠിപ്പിച്ചു. അച്ഛൻ്റെ ചിന്തകളിലെല്ലാം നമ്മളുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൻ്റെയും ഇവിടെ വളർന്ന നസ്രാണി ഭാരതീയ സഭയുടെയും പൈതൃകങ്ങൾ നല്ലതുപോലെ അച്ഛൻ ചേർത്ത് വെച്ചു. പുരാതന കാലത്തെ ദേറാകളിൽ ആയിരുന്നല്ലോ പരിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനയും കൃത്യമായിട്ട് നടന്നു പോകുന്നതും ഈ വിശിഷ്ടമായ ആരാധനാക്രമങ്ങൾ പിറന്നു വീണതും. ദേറായോട് ബന്ധപ്പെട്ട് കപ്പന്തലയിൽ അനേകം വൈദികരും അൽമായരും ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഇവിടെ വരികയും സുറിയാനി ഭാഷ പഠിക്കുകയും അതിൻ്റെ ആരാധന നസ്രാണി ചരിത്രം കൂടുതൽ
മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ദേറായുടെ മുൻ ഡയറക്ടറായിരുന്ന കുരമാക്കലത്തിന് ശേഷം പന്നാടപ്പശ്ശേരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഈ വരുന്ന നാളുകളിൽ കാനോനികമായ നൊമിഷ്യേറ്റുകൾ പൂർത്തിയാക്കി ഒരു ദേറായുടെ പ്രോപ്പറായിട്ടുള്ള ജീവിതക്രമത്തിലേക്ക് മാറുകയാണ് എന്ന് അച്ഛന്മാരുടെ ധ്യാനത്തിനിടയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കുരമാക്കലച്ചനോട് തുലനം ചെയ്യാൻ അധികം ആളുകളില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തോമ എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണല്ലോ. നമ്മുടെ ശ്ലീഹായ്ക്ക് ഈശോയുടെ മുഖം ഉണ്ടായിരുന്നു എന്ന ആ പൈതൃകമാണ് പ്രധാനമായിട്ടും അതിൻ്റെ പിന്നിലുള്ളത്. ഈശോയെയും തോമായെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ഇരട്ട പിറന്നവൻ. അതുകൊണ്ടായിരിക്കാം യുദാസ് പറഞ്ഞതും, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ പിടിച്ചോണം, അല്ലെങ്കിൽ ആൾ മാറിപ്പോകും. ചിലപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ഇരട്ട പിറന്നവരെ പോലെ ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ നടന്നവരറിയാം വ്യത്യാസം. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ നിങ്ങൾ പിടിച്ചോണം. നമ്മളുടെ കുരമാക്കൽ തോമാച്ചന് ഇരട്ട പിറന്നവരുണ്ടെങ്കിൽ അത് പറയമാക്കൽ തോമാക്കത്തനാരും നിധീരിക്കൽ മാണിക്കത്തനാരും പ്ലാസിഡ് പൊടിപാറ അച്ഛനുമാണ്. അവരുടെ ആ വ്യക്തിത്വത്തിൻ്റെ തനിമ, ഈ സഭയെ അവർ കണ്ട ആ വിധങ്ങള്, ഈ സഭയെ ഇതുപോലെയാക്കിയ സുറിയാനി ഭാഷ, അതിൻ്റെ വൈവിധ്യമാർന്ന ഘടകങ്ങൾ, എസ്ത്രാങ്കല വവൽസ് ഇല്ലാതുള്ളത്, നമ്മളുടെ ഈസ്റ്റ് സിറിയക്ക് സുറിയാനി, വെസ്റ്റ് സിറിയക്ക്, ഇതെല്ലാം അച്ഛന് എളുപ്പത്തിൽ മനസ്സിലാക്കി കർഷോൺ ഭാഷയും നമ്മൾ സുറിയാനി ലിപികളിൽ മലയാളം എഴുതുന്നത്, നമ്മൾ ഒപ്പിടുന്നതൊക്കെ, ഞാൻ 15 എഴുതുന്നതൊക്കെ എൻ്റെ പേരും വിട്ടുവരും ഞാൻ സുറിയാനിയിൽ എഴുതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് നമ്മുടെ രൂപതയ്ക്കുള്ളിലുമുണ്ട്. അതെല്ലാം വായിച്ചെടുക്കാൻ പറ്റുന്ന ഏകയാള് നമ്മളുടെ കുരമാക്കൽ തോമാക്കത്തനാരാണ്. അങ്ങനെയുള്ള ഒരു വളരെ തനിമയുള്ള വ്യക്തിത്വം ഇത്ര ആഴമായിട്ട് ഈ സഭയുടെ അസ്തിത്വപരമായ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ആ ഒരു പ്രതിബദ്ധത എല്ലാം മറ്റൊരിടത്തും നമ്മൾ കാണുന്നില്ല. ലോകപ്രസിദ്ധനായ ജോസഫ് അലോഷ്യസ് അസ്സമാനി വലിയ പണ്ഡിതനാണ്. റോം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ള മറോനീറ്റ വൈദികനാണ്. 1710 മുതൽ 1782 വരെ ആണ് കാലഘട്ടം. അദ്ദേഹം ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗറാണ് ഈ മേഖലയിൽ, ജോസഫ് അലോഷ്യസ് അസ്സമാനി. അദ്ദേഹം നമ്മളുടെ കെരിയാറ്റി യൂസെഫിനെ കുറിച്ച് ശമാശനായിട്ടും മറ്റ് അവസരത്തിലുമൊക്കെ റോമിൽ പോയി, റോമ നല്ലപോലെ അറിയാമായിരുന്ന ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ആ ജോസഫിനെ കുറിച്ച്, കെരിയാറ്റിയെ കുറിച്ച് ഈ അസ്സമാനി പറഞ്ഞ ഒരു കാര്യമാണ്, ഉദയം പേരിലൂടെ സുറിയാനി ലിറ്റർജിക്ക് വന്ന നഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരേ ഒരു ആള് ഈ ജോസഫ് കെരിയാറ്റിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസ്സമാനി പറഞ്ഞ കാര്യമാണ്. ഒരേ ഒരാള് അതിന് പ്രാപ്തിയുള്ളത് ഈ കെരിയാറ്റിയാണ്, യൂസെഫാണ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും ഉറപ്പിച്ച് കുനമാക്കൽ കത്തനാരെ കുറിച്ച് പറയാവുന്ന കാര്യം ഇതാണെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ഈ സഭയുടെ ശരിക്കുള്ള പൈതൃകം വീണ്ടെടുക്കാൻ ഇന്ന് നമ്മുടെ സഭയിലുള്ള ഒരേ ഒരാള് കുനമാക്കൽ കത്തനാരാണ്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയുള്ള ചരിത്രവും ആ കാലഘട്ടങ്ങളിലെല്ലാം രൂപീകൃതമായ ഗ്രന്ഥങ്ങളും വായിക്കാനും പഠിക്കാനും
മനസ്സിലാക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്ന വരും കാലങ്ങളിൽ അച്ഛൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച്, ലേഖനങ്ങളെക്കുറിച്ച് ഒക്കെ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ വരും. അച്ഛനെക്കുറിച്ചുള്ള ചെയറുകൾ പുനമാക്കൽ ചെയർ എന്ന പേരിൽ നമ്മളുടെ സർവകലാശാലകളിലും സഭയിലുമൊക്കെ സ്ഥാപിക്കപ്പെടുന്ന കാലം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കുറേയെല്ലാം വായിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ചരിത്രവും സുറിയാനി ഭാഷയോട് ബന്ധപ്പെട്ടതും നസ്രാണിത്വവും പൊതു ദൈവശാസ്ത്ര കാര്യങ്ങളും എല്ലാം. അവിടെയെല്ലാം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വലിയ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ പറഞ്ഞു പോകുമ്പോഴും നമ്മളുടെ ഈ സഭയുടെ തോമാസ് ശ്ലീഹായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലീഹ വന്ന് ഇന്ത്യയിലിറങ്ങി ഇതിലേക്കൊക്കെയാണ് പോയിരിക്കാൻ സാധ്യതയുള്ളതെന്ന് ഓരോ തോടിൻ്റെയും ആറിൻ്റെയും മലയുടെയും എല്ലാം പേരുകൾ പറഞ്ഞ് അച്ഛന് എഴുതാനറിയാം. അതാണ് അച്ഛൻ്റെ പ്രത്യേകത. അതുപോലെ ഈ ദേശവുമായിട്ട് ഈ ശ്ലീഹായുടെ പൈതൃകത്തെ കണ്ടയാളാണ്. അതുകൊണ്ടാണ് പ്ലാസിഡ് അച്ഛൻ്റെയൊക്കെ ചിന്തകളോട് പുനമാക്കൽ കത്തനാർക്ക് കൂടുതൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ദേശത്തിൻ്റെ പ്രാധാന്യം കൂടെ കണ്ട് ഈ ഭാഷയുടെയും ഈ സഭയുടെയും ഈ അപ്പസ്തോലിക പൈതൃകത്തിൻ്റെയും മികവ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അച്ഛനൊരു പുളിമാവായിട്ട് വരും കാലങ്ങളിൽ ദീർഘനാളുകളിൽ നമ്മളുടെ സഭയിൽ ജീവിക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. മലങ്കര സഭയോട് ബന്ധപ്പെട്ട സീറിയാണല്ലോ അച്ഛന് ഈ അവാർഡ് നൽകിയത്. ഞാൻ കരുതുന്നത് അതിലൂടെ അവരും ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മലങ്കര ലിറ്റർജിയുടെയും അന്ത്യോക്യൻ ഭാഷ വെസ്റ്റ് സിറിയക്കിൻ്റെയും മുഖ്യ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇന്ത്യ മുഴുവൻ്റെയും മൽപ്പാൻ പുനമാക്കലാണെന്ന് പറഞ്ഞപ്പോൾ അവരും ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ പൗരസ്ത്യ സുറിയാനി ഭാഷയും ആരാധനക്രമവും നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ഒരു കാര്യമാണ് എന്ന്. നമുക്ക് നമ്മുടെ ചരിത്രത്തെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം അറിഞ്ഞും അറിയാണ്ടും ഈ സ്ഥാപനം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അവർക്ക് പറയാമായിരുന്നു സുറിയാനി അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ടൈറ്റിൽ കൊടുത്താൽ മതി. അതെല്ലാം വിട്ട് അവർ വലിയൊരു സത്യമാണ് ആ പറഞ്ഞത്. ഈ അപ്പസ്തോലികമായ സഭയുടെ ഐഡന്റിറ്റിയും അതിനെ തങ്ങി നിർത്തിയ ആ ഭാഷയും അതിലേക്കുള്ള വലിയൊരു കാര്യമാണ് മൽപ്പാന റംബ ദുഹെന്തോ, ഇന്ത്യയുടെ വലിയ മൽപ്പാൻ എന്ന് പറഞ്ഞപ്പോൾ അതും വളരെ വിശ്രുതനായ പാത്രിയാർക്കീസ് ഇഗ്നാസ് മൂസ യൗനാൻ, ഇന്നത്തെ വ്യക്തിപരമായിട്ട് തോമാസിനും അറിയാം. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഒരു സിമ്പോസിയത്തിന് ഇവിടെ പോയിട്ടുള്ളതാണ്. ആ ഒരു ഡിക്ലറേഷനിൽ നമ്മളുടെ ഒരു എക്ലേഷ്യൽ ഐഡന്റിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. അവർ അങ്ങനെയുള്ളവർക്കേ പറയാൻ പറ്റുകയുള്ളൂ. ഒരു സ്ഥാപനമാണ്, വിദ്യാപീഠമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്, യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ അച്ഛനെ മൽപ്പാന റംബ ദുഹെന്തോ, ഇന്ത്യയുടെ വലിയ മൽപ്പാൻ, സത്യവിശ്വാസത്തിന്റെ വിശ്രുതനായ പോരാളിയും ഭാരതത്തിന്റെ വലിയ മൽപ്പാനും, ആ ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ സഭാപിതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും എല്ലാം ആ ജീവിതത്തെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. സത്യവിശ്വാസത്തിന്റെ വിശ്രുതനായ പോരാളി, അതാണ് ആദ്യകാലത്തെ വലിയ പിതാക്കന്മാര്, രക്തസാക്ഷികള്, മൽപ്പാന്മാര്, അവരെ നമ്മൾ സഹദേവന്മാര് രക്തസാക്ഷികളെന്ന് വിളിക്കുകയുള്ളൂ. അവിടെ ഇന്ത്യ മുഴുവൻ്റെയും മൽപ്പാൻ എന്ന് സേറി പോലെയുള്ള ഒരു സ്ഥാപനം, അതും അന്ത്യോക്യ സുറിയാനി പാത്രിയാർക്കീസിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ വലിയ അർത്ഥാന്തരങ്ങൾ അതിലുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഭാഷയും ഈ ദേശത്തിന്, ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് ഈ ഭാഷ നൽകിയ ഉദാത്തമായ സംഭാവനകളിലേക്കുമുള്ള ഒരു
ലെൻസ് കൂടെ നമുക്ക് നൽകുകയായിരുന്നു. സുറിയാനി സഭകളുടെ മൽപ്പാനെ ഗുരുക്കന്മാരുടെ ഗുരു എഫ്രൈമിനെ കുറിച്ചൊക്കെ ആരും പറയാതെ ഏതോ കാലഘട്ടത്തിൽ സഭ പറഞ്ഞ കാര്യമാണ് അതൊക്കെ. അങ്ങനെയുള്ള വലിയ വെളിപ്പെടുത്തലുകൾ ഈ സഭയുടെ ഉള്ളറകളിലേക്ക് കടന്ന് വന്ന് ഇതുപോലെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് നമ്മളുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും നൽകാൻ ഉതകുന്ന ടൈറ്റില് നൽകിയപ്പോൾ അതേക്കുറിച്ചും നമ്മൾ റിസർച്ച് നടത്തേണ്ടതാണ്. അപ്പോൾ കുഞ്ഞമ്മാക്കലച്ചൻ്റെ പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും എല്ലാം നമുക്ക് നല്ല അവസരം ഉണ്ടാകും. ഞാൻ സമയ പരിമിതിയും പോലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ്റെ ദേറ പ്രസ്ഥാനത്തെക്കുറിച്ചുകൂടി എനിക്കും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്കും മറ്റൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി ഇന്നേക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ്റെ വീട്ടുകാരെ എല്ലാം എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. ഞാനിവിടെ എക്സ്റ്റെൻഡ് ആയിരുന്നു. ചില ചാച്ചൻ എൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു. ചില ചാച്ചനെയും അമ്മച്ചിയെയും അവരുടെ അവസാന നാടുകളിൽ കാണാനും അവരുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അന്ന് ഓർഡിനേഷൻസിൻ്റെ നാടുകളൊക്കെ ആയിരുന്നെങ്കിലും അതെല്ലാം 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാതാപിതാക്കളോടുള്ള വലിയ അടുപ്പം എൻ്റെ മനസ്സിൽ ഞാനേറ്റ നമ്മുടെ ഡിസംബറിലായിരുന്നു. പട്ടക്രമത്തിൽ പോലും സമയവ്യത്യാസം വരുത്തിക്കൊണ്ട് അതിൽ വന്ന് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അച്ഛൻ്റെ സഹോദരന്മാർ US-ലുണ്ട്. ചാച്ചനും അവിടെ US-ൽ പോയിരുന്നു. എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ചാച്ചൻ US-ൽ പോയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നേരാണോ നമുക്ക് നീ പറയുന്നത് നേരമാണോ? ചാച്ചൻ 3 മണിക്കൂർ പ്ലെയിനിലിരുന്ന് അമേരിക്കയ്ക്ക് പോയോ? ചാച്ചന് വലിയ സന്തോഷമായിരുന്നു. അവിടെ പോയി നല്ല രസമായിരുന്നു. തിരിച്ചു വന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാനും ചാച്ചനെ കണ്ടിരുന്നു. അങ്ങനെ വലിയ ഒരു തുറവി ആ ചാച്ചനും കിട്ടിയത് ഞാൻ ഓർക്കുകയായിരുന്നു. മക്കളൊക്കെ അവിടെ ആയപ്പോൾ അവരെ കാണാനും വർത്തമാനം പറയാനും ഒക്കെ ആയിട്ട് പോയി. നല്ല സ്നേഹമുള്ള കുടുംബക്കാരാണ്, വീട്ടുകാരാണ്. അവരച്ഛനോട് കാണിക്കുന്ന കരുതല് പ്രത്യേകിച്ച് അച്ഛന് അല്പം അനാരോഗ്യം ഉള്ള ഈ നാടുകളിൽ നമ്മുടെ മെഡിസിറ്റിയിലെ കാസാദൽ ക്ലെയറോയിൽ അച്ഛൻ ശ്രമിക്കുമ്പോൾ തുടർച്ചയായിട്ട് വീട്ടുകാർ, സഹോദരങ്ങൾ, അയൽപക്കക്കാരൊക്കെ വരികയും അച്ഛൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ നല്ല കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് നിന്ന ആ കുടുംബം, അവരുടെ ആഴമായ വിശ്വാസം, ആ മക്കളിലൂടെ ആ മാതാപിതാക്കള് കൈമാറിയ ആ ഒരു വലിയൊരു ട്രഡീഷൻ, ആർക്കും കോൺഗ്രർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിയും സഭയോടുള്ള സ്നേഹവും സമുദായത്തോടുള്ള അടുപ്പവും എല്ലാം കൈമാറ്റം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചതിൽ ആ മാതാപിതാക്കളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓർക്കേണ്ടത്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമേരിക്കയിലുള്ള അനിയനൊക്കെ എല്ലാം വന്നത് ഈ വലിയ സന്തോഷത്തിൽ പങ്കെടുക്കാനും അവരുടെ സാന്നിധ്യം കൂട്ടി ഉറപ്പിക്കാനും വേണ്ടിയാണ്. അങ്ങനെ നമ്മൾക്ക് എന്നും അഭിമാനിക്കാനുള്ള വകയാണ് പുന്നമാക്കൽ പമ്മക്കത്തനാട്. അച്ഛൻ വടവാതൂർ ശ്രീയാനി പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ നിങ്ങളെ വലിയൊരു വനത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. സഭാപിതാക്കന്മാരുടെ പ്രബോധനം എന്ന ആ വലിയ വനം, അവര് എഴുതിയ സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ ഭാഷ, ഇങ്ങനെ വലിയൊരു വനത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ വഴി തെളിച്ച് കണ്ടെത്തണം. അവിടെയുള്ള ഔഷധ ചെടികൾ എന്താണ്, അവിടെയുള്ള കാതൽ എന്താണ്, അവിടെയുള്ള പൂതൽ എന്താണ്, ഒന്നിനും കൊള്ളാത്ത തടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് ചെയ്തത്. അതാണല്ലോ മനസ്സിലെടുക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഇന്ന് സഭയിൽ ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അംഗീകാരത്തിലേക്ക് വന്നതിൻ്റെയും എല്ലാം കാരണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഇത്ര വലിയ ഈ സമ്മേളനത്തിൽ എത്താൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സഹപാഠികൾ എന്ന് പറഞ്ഞ അച്ഛന്മാർ എല്ലാവരും ഇവിടെയുണ്ട്. അതുപോലെ മറ്റ് ഞാറക്കുന്നലച്ഛനെ പോലുള്ള വലിയ അച്ഛന്മാർ, രാമപുരം
ഇടവക്കാർ, മാതാപിതാക്കൾ, സമർപ്പിതര്, യൂത്ത് എല്ലാം അച്ഛൻ നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കും, ഈ സഭയെ പഠിപ്പിക്കും. നമ്മളുടെ സിനഡും ആ സിനഡിൻ്റെ അടിത്തറയും നന്നായിട്ട് ബലപ്പെടാനായിട്ടുള്ള ഒരു അൺഷേക്കബിൾ സ്റ്റോണാണ് പൂർണ്ണമാക്കലച്ചൻ. അത് ഒരിക്കലും അത് ഇളക്കിക്കളയാനോ അദ്ദേഹം പറയുന്നതിൽ കഴമ്പില്ലെന്ന് പറയാനോ ആർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്രമാത്രം സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം പഠിപ്പിച്ചത്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ സിനഡിനും നല്ലൊരു അടിത്തറയായിട്ട് കൂടെ അച്ഛനും അച്ഛൻ്റെ ചിന്തകളും എക്കാലവും നിലനിൽക്കട്ടെ. ഈ സമ്മേളനം ഇത്ര മനോഹരമായിട്ടിവിടെ സംഘടിപ്പിച്ച സ്നേഹനിധിയായ വികാരിച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ വലിയൊരു കരുതൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ധാരാളം ആളുകൾ ഈ ഇടവക്കാരും ഇല്ലാത്തവരുമായിട്ടുള്ളവരുടെ ഉണ്ട്. അച്ഛൻ അതിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു. രൂപതാ കേന്ദ്രത്തിൽ വന്ന് എന്നോടും കർത്തലച്ഛനോടും എല്ലാം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ നല്ലൊരു അഭിമാനത്തിൻ്റെ മണിക്കൂറിൽ ആയിരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പുറമാക്കൽ കുടുംബാംഗങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. സ്നേഹനിധിയായ പുറമാക്കൽ കത്തനാരെ ഹൃദയത്തിൽ സൂക്ഷിച്ച് കുഞ്ഞച്ഛന് സമർപ്പിച്ച് പരിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.